അമേരിക്കയുടെ ഇരട്ട വ്യക്തിത്വം അല്ലെങ്കിൽ ദ്വന്ദ്വ വ്യക്തിത്വം എന്താണെന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. കാരണം ഇന്ത്യയുമായിട്ട് വളരെ അടയും ചക്കരയുമാണ് എന്ന് പറയുമ്പോഴും, അതായത് പ്രതിരോധ ബന്ധമൊക്കെ വളരെ ശക്തമാണ് എന്ന് പറയുമ്പോഴും പാകിസ്ഥാനെ കൈവിടാത്ത ഒരു രീതി കാണുന്നുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടലായിട്ടുള്ള അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള F-16 പോർ വിമാനങ്ങളുടെ നവീകരണത്തിനും സാങ്കേതിക സഹായത്തിനുമായിട്ട് ഏതാണ്ട് 886 ദശലക്ഷം ഡോളറിന്റെ വമ്പൻ ആയുധ ഇടപാടിനാണ് അമേരിക്ക അംഗീകാരം നൽകിയത്. ഇത് പാകിസ്ഥാൻ പത്രങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ പത്രങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കാണെങ്കിൽ ഏതാണ്ട് 93 ദശലക്ഷം ഡോളറിന്റെ, അതായത് ഏകദേശം 785 കോടി രൂപയുടെ ആയുധ ഇടപാടിന് അനുമതി നൽകി ഏതാണ്ട് ആഴ്ചകൾ പിന്നിടുമ്പോഴാണ് പാകിസ്ഥാനുമായിട്ട് ഇത്തരത്തിലുള്ള കരാറുമായിട്ട് അമേരിക്ക വരുന്നത്. ട്രംപ് ഭരണകൂടത്തിന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പാകിസ്ഥാനോട് ഒരു പ്രത്യേക തരം മമത ഉണ്ടാകുന്നുണ്ട്. അത് സംസാര വിഷയമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയ പാക്കേജിലെ F-16 വിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിങ്ക് 16 സിസ്റ്റങ്ങൾ, എൻക്രിപ്ഷൻ ഉപകരണങ്ങൾ, അവിയോണിക്സ് അപ്ഗ്രേഡുകൾ, പൈലറ്റുമാർക്കുള്ള പരിശീലനം, പൂർണ്ണമായിട്ടുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ പാകിസ്ഥാനെ സഹായിക്കാനും അമേരിക്കൻ സേനയുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തനശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനാണ് ഈ സഹായം എന്നാണ് അമേരിക്ക പറയുന്നത്. പൂർണ്ണമായിട്ടും ഒരു ഭീകര രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ പടക്കോപ്പുകൾ ഇനി എല്ലാം പോട്ടെ, ഈ വിമാനങ്ങൾ എന്തിനാണ് നൽകുന്നത് എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. അമേരിക്ക ഇതിന് കൃത്യമായൊരു ഉത്തരം ഇതുവരെയും പറഞ്ഞിട്ടില്ല. പലപ്പോഴായിട്ട് ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് അമേരിക്കയോട് ഈ ചോദ്യം ഉയരുമ്പോഴും അമേരിക്ക മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലെ സൈനിക നീക്കങ്ങൾക്കും ഈ ഒരു നവീകരണം അത്യാവശ്യമാണെന്ന് അമേരിക്കൻ കോൺഗ്രസിന് നൽകിയിട്ടുള്ള കത്തില് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന് അമേരിക്ക നൽകുന്ന ഈ 686 ദശലക്ഷം ഡോളറിന്റെ ഈ കരാർ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം ഈ വിമാനം, എയർക്രാഫ്റ്റുകൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം എത്തുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. കാരണം തലയ്ക്ക് വെളിവില്ലാത്തവന്മാർ അവിടെ ഇരുന്ന് ഏത് സമയത്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യക്കെതിരെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് അവിടുത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന്റെ ആയിട്ടുള്ള അസിം മുനീർ ഇക്കഴിഞ്ഞ ദിവസം കൂടി പറയുകയും ചെയ്തതാണ്. അപ്പോൾ അത് പറഞ്ഞ നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പാണ് ഈ ഒരു ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ F-16 നവീകരണം, നിലവിൽ F-16 വിമാനങ്ങൾ നവീകരിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രഹരശേഷിയും നിലനിൽപ്പ് ശേഷിയും ഒക്കെ വർദ്ധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് അതിർത്തിയിലെ സൈനിക ബാലൻസിങ് അതിൽ ഒരു മാറ്റത്തിന് കാരണമാകും. ഇന്ത്യക്ക് ഈ ഭാഗത്ത് കൂടുതൽ വ്യോമാതിർത്തി സംരക്ഷണത്തിനായിക്കോട്ടെ, അല്ലാതെയുള്ള അതിർത്തി സംരക്ഷണത്തിനായാലും കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സേനയെ, കൂടുതൽ നിരീക്ഷണം അവിടെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ലിങ്ക് 16 കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മെച്ചപ്പെടുത്തിയുള്ള എവിയോണിക്സ് തുടങ്ങിയവ പാകിസ്ഥാന് നൽകുന്നത് അവരുടെ സൈനിക പ്രവർത്തനങ്ങളുടെ ഏകോപനവും കൃത്യതയും കൂട്ടുമെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇതിനെ മറികടക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടി അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, സുരക്ഷാ ഭീഷണി സ്വാഭാവികമായിട്ടും അവിടെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നവീകരിച്ച വിമാനങ്ങളും സാങ്കേതിക വിദ്യയും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് നൽകുന്നത് എങ്കിലും പാകിസ്ഥാൻ ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണ ദൗത്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോഴും പഹൽഗാം അറ്റാക്കിലുമൊക്കെ ആ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ് എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുള്ള വെപ്പൺസ് എന്ന് പറയുന്നത് ചൈനയുടേത് മാത്രമായിരുന്നില്ല.
പിന്നീട് നമ്മൾ പറയുന്നുണ്ട് US നിർമ്മിതമായിട്ടുള്ള വെപ്പൺസ് കൂടി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. അത് മാന്യതയോർത്ത് നമ്മൾ പറയാതെ ഇരുന്നതാണ്, പക്ഷെ പിന്നീട് പറയിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഇതെല്ലാം തന്നെ ഈ പറയുന്ന സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കെതിരെ ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാന് ഉപയോഗിക്കാനൊക്കെ കഴിയും. മാത്രമല്ല ഈ ബാലാക്കോട്ട് ആക്രമണം നമുക്കറിയാം 2019 അപ്പോൾ അതിനുശേഷം പാകിസ്ഥാൻ F-16 ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചതുപോലെ ഭാവിയിൽ അതിർത്തിയിലുള്ള സംഘർഷങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഈ നവീകരിച്ചിട്ടുള്ള, അതായത് ന്യൂജൻ ആക്കിയിട്ടുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ഈ വിമാനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കൂടാതെ പാകിസ്ഥാൻ സൈനിക ശേഷി നവീകരിക്കുമ്പോൾ ഇന്ത്യക്ക് അതിനെ നേരിടാനായിട്ട് നമ്മുടേതായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ വേഗതയും നവീകരണവും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ചെലവ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മുടെ പ്രതിരോധ ബജറ്റിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചെയ്യുന്ന നവീകരണങ്ങൾക്ക് മറുപടിയായിട്ട് ഇന്ത്യ പുതിയ യുദ്ധവിമാനങ്ങൾ, പ്രത്യേകിച്ച് ഈ റഫാൽ പോലുള്ളവരുടെ കൂടുതൽ സ്ക്വാഡ്രണുകൾ വാങ്ങാനും തദ്ദേശീയമായിട്ട് യുദ്ധവിമാന പദ്ധതികളൊക്കെ വേഗത കൂട്ടാനും നമ്മൾ നിർബന്ധിതമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് വേഗത്തിൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാര്യം നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പോലും നഷ്ടപ്പെട്ടതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അവർ ചെയ്ത പ്രവൃത്തി. പക്ഷേ അതിനുശേഷം നമ്മുടെ ആയുധോപകരണ വിപണി ഉണർന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പുതിയ തരം വെപ്പൺസ് ഉണ്ട്. അത്തരം വെപ്പൺസിൻ്റെ എല്ലാം നിർമ്മാണം അതിൻ്റെ വേഗത നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ആയുധ വിപണിയിലും ആയുധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിലുമൊക്കെയും വേഗത വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു കരാർ എന്ന് പറയുന്നത് സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ അമേരിക്ക ഇന്ത്യ പാക് അതിർത്തിയിൽ സ്ഥിരമായിട്ടൊരു അസ്ഥിരത കൊണ്ടുവരാനുള്ള ശ്രമം, കൂടാതെ സൈനിക സംഘർഷ സാധ്യതയും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഇത് അമേരിക്കയുടെ ഈ നീക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ആശങ്കാജനകമാണ്. എന്നാൽ ഇത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നേരിട്ടുള്ള നീക്കം എന്നതിനേക്കാൾ കൂടുതൽ അമേരിക്കയുടെ സ്വന്തം തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ട് വേണം വിലയിരുത്താൻ എന്നാണ് തോന്നുന്നത്. അമേരിക്കയുടെ ഈ ഒരു നയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ വല്ലാതെ ബാധിക്കുന്നതാണ്. കാരണം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കരാറിനെ ന്യായീകരിക്കുന്നത് പ്രത്യേകിച്ചും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഭീകരവാദ വിരുദ്ധ സഹകരണം, കൗണ്ടർ ടെററിസം. അപ്പോൾ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ നവീകരിക്കുന്നത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അമേരിക്കൻ സേനയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പാകിസ്ഥാനെ സഹായിക്കുമെന്ന് പറയുന്ന കല്ലുവെച്ച നുണയുമായി പറഞ്ഞുകൊണ്ടുമാണ്. പ്രത്യേകിച്ച് അഫ്ഗാനിലെയും അതിർത്തി മേഖലകളിലെയും ഒക്കെ സാഹചര്യങ്ങളിലാണ്. എന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് അറിയാം അതൊരു കല്ലുവെച്ച നുണയാണ് എന്നുള്ളത്. മറ്റൊന്ന്, ഈ നവീകരണം പാകിസ്ഥാന്റെ നിലവിലുള്ള വിമാനങ്ങളുടെ പ്രവർത്തനക്ഷമത നിലനിർത്താൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് ഈ ഒരു രാജ്യം ഉണ്ടായതിനു ശേഷം അവിടെ മുതൽ ഇതുവരെയും നമ്മൾ അനുഭവിച്ചു പോരുന്നതാണ്. ഇത്രയും തൊല്ല പിടിച്ച ഒരു രാജ്യം, ഇത്രയും നമ്മളെ ബാധിച്ച ഒരു ക്യാൻസറാണ് സത്യത്തിൽ പാകിസ്ഥാൻ. ആ പാകിസ്ഥാന്റെ കയ്യിലേക്കാണ് ഈ F-16 പോലുള്ള വിമാനങ്ങളൊക്കെ എത്തുന്നത്. എന്തായാലും നമ്മൾ ഇതിനെ വളരെ വലിയ സംശയത്തോടു കൂടി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിൽ മറ്റൊരു തന്ത്രപരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരു വശത്ത് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടും ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാന പങ്കാളിയായിട്ടുമൊക്കെ അമേരിക്ക കാണുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിട്ടുള്ള പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നത് അമേരിക്കയുടെ ഈ ഒരു 2 വെള്ളത്തിൽ കാല് വയ്ക്കുന്ന നിലപാടിനെ നമുക്ക് മുന്നിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഏഷ്യയിലെ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനായിട്ട് ഇന്ത്യയുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധം ഇപ്പോൾ അമേരിക്കയ്ക്ക് സത്യത്തിൽ ആവശ്യമാണ്. ആവശ്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അനിവാര്യമാണ്. അത് മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അതേസമയം തന്നെ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്തുന്നത് അവരെ ചൈനയുമായിട്ട് അടുപ്പിക്കാനും കാരണമാകും. അപ്പോൾ ഈ ചൈന പാകിസ്ഥാൻ സഖ്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ കൂടി ഇത്തരത്തിൽ അങ്ങനെയുള്ള ഒരു നയതന്ത്ര നീക്കം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അങ്ങനെ ഒരു
നീക്കം കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരാറിനെ നമുക്ക് ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചന എന്നതിനേക്കാൾ കൂടുതൽ ഒരേ സമയം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം നിലനിർത്താനുള്ള അമേരിക്കയുടെ ഒരു ഇരട്ട നയം, ഇരട്ട താപ്പ് ആയിട്ട് കാണുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ ഇന്ത്യ ശക്തമായിട്ടുള്ള നയതന്ത്ര പ്രതിഷേധം അറിയിക്കുകയും സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തുടരുകയും ചെയ്യുമെന്ന് തന്നെ നമുക്ക് കരുതാം.